പല പ്രാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്ത്യക്കെതിരെയുള്ള ടാരിഫ് പ്രഖ്യാപിച്ചു. ഏറ്റവും കൂടിയ ടാരിഫ്, അതായത് സമ്പദ്ഘടന വലിയ വലിയ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ ടാരിഫ് ഇന്ത്യയുടെ മേളിൽ ഉണ്ടാക്കി. അതായത് മോദിക്ക് തലക്കിട്ട് അടി കൊടുത്തു. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ. മൈ ഫ്രണ്ട് ട്രംപ് ഈ പുല്ലൊന്നും വർക്ക് ചെയ്തില്ല. മനസ്സിലാക്കുക, ഇന്ത്യയുടെ എക്കോണമി ഈ ട്രംപിൻ്റെ ടാരിഫുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഡിസാസ്റ്റർ എന്നുള്ള വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ശക്തമായ രീതിയിലാണ് 25%. അതായത് 5ാമത്തെ റൗണ്ടാണ് ടോക്സ് കഴിഞ്ഞ് 6ാമത്തെ റൗണ്ടിൽ, അതായത് ഓഗസ്റ്റ് പകുതിയോടുകൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിനു മുമ്പാണ് ഈ ഡെഡ് ലൈൻ കൊടുത്ത് 1-ാം തീയതിക്കുള്ളിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഈ സംഭവം അയാൾ ഡിക്ലെയർ ചെയ്യുകയാണ്. 25%. ഇപ്പം നിങ്ങളൊക്കെ ഉദ്ദേശിക്കാൻ 25% ടാരിഫ്, ഇതൊക്കെ വളരെ സിമ്പിളല്ല, സിമ്പിളൊന്നുമല്ല. ഇന്ത്യയുടെ എക്കോണമിയെ ഡീപ്പായിട്ട് ബാധിക്കും. രാവിലെ നേരം വെളുക്കുമ്പോൾ, അതായത് ഈ വീഡിയോ ഇപ്പോൾ ചെയ്ത് കഴിയുമ്പം നിങ്ങളിത് കാണുമ്പോൾ നാളെ നേരം വെളുക്കുമ്പോൾ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ കണ്ടാണ്. അതായത് ഒരു സെക്ടറെ അല്ല, പല സെക്ടറേയും കയറി അങ്ങ് ബാധിക്കും, ഡീപ്പായിട്ട് കയറി ബാധിക്കും. അപ്പോൾ ഞാനിത് ചോദിക്കുമ്പം ഇവിടെയാണ് പ്രധാനമായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും BJP ഗവൺമെൻറ്റും ട്രംപ് വലിയ സംഭവമാണ്, അയാൾ ഇന്ത്യയുടെ കൂടെയാണ്, ഇതൊക്കെ ചുമ്മാതായിരുന്നു ഈ പറയുന്നത്. ട്രംപ് ഇന്ത്യയുടെ കൂടെ അല്ല. അയാൾക്ക് അയാളുടെ കാര്യം, അയാളുടെ രാജ്യം മാത്രമേ ഉള്ളൂ. ഇതാണ് അമേരിക്കൻ പോളിസി എന്ന് പറഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ. നിങ്ങൾ അവരുടെ കൂടെ നിന്നില്ലേ അവർ ദൂരെ കളയും. കാരണം അവരുടെ ട്രേഡ് ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ട്രംപ് ഈ സംഭവം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതൊന്നും അല്ല. ട്രംപ് എന്തോ ഇത്ര വലിയ അതിശക്തമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ പറഞ്ഞു. ലോകത്തിൻ്റെ, അതായത് 4-1 എക്കോണമി എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്. അവരെല്ലാം പോയി ട്രംപിൻ്റെ കാലയെ പിടിച്ചിട്ട് അവർ 15% മനസ്സിലാക്കുക. പലതിനും പല സ്ലാബാണ്. പക്ഷേ ഈ പറയുന്ന ടാരിഫ് ഒന്നുമില്ല. അമേരിക്കയിലോട്ട് 15%, മറ്റുള്ള അമേരിക്കൻ പ്രോഡക്റ്റ് യൂറോപ്പിലാണെങ്കിൽ 0. ഇവിടെയാണ് സംഭവം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പല ഇന്ത്യക്കാരും ഇന്ത്യൻ എക്കോണമിസ്റ്റുകളും ഗോധി മീഡിയയിലുള്ളവരൊക്കെ പൊങ്ങിയടിച്ച് എല്ലാവരും പറയുന്നു ഇപ്പോൾ ഉണ്ടാകും, ഇപ്പോൾ ശരിയാകും, നാളെ ശരിയാകും. ഇപ്പോൾ എപ്പോഴാണ് നാഷണൽ മീഡിയയിൽ ആൾക്കാർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം. സുജിത് ബല്ല, മറ്റുള്ള പല എക്കണോമിസ്റ്റുകൾ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന എക്കണോമിസ്റ്റുകൾ ഇപ്പം നേരെ അവർ തിരിച്ച് മോദിക്കെതിരെ പറയുന്നു. എത്രയും വേഗം ഈ സംഭവം, ഈ ഡീലുണ്ടാക്കണം, ട്രേഡ് ഡീലുണ്ടാക്കണം, ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കും. ഇവിടെ ഞാൻ പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഞാൻ ആദ്യം മുതൽ ഈ ട്രംപിൻ്റെ ടാരിഫുമായി ബന്ധപ്പെട്ട പല വീഡിയോസും പല റിസർച്ച് വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ഫാം സെക്ടറേയും, അതായത് ചെറിയ ചെറിയ കച്ചവടങ്ങളും ബിസിനസ്സും മൾട്ടിപ്പിളായിട്ട് അതിനെ തളർത്തുന്ന രീതിയിൽ ഒരിക്കലും ട്രേഡ് ഡീൽ ഉണ്ടാകാൻ പാടില്ല. എത്ര ഫ്രണ്ട് എന്ന് പറഞ്ഞാലും എത്ര ഇതാണെന്ന് പറഞ്ഞാലും. അമേരിക്കൻ അഗ്രികൾച്ചർ ഫാമിംഗ് എന്ന് പറയുന്നതിൽ ഹൈലി സബ്സിഡൈസ്ഡ് ആണ്. ഈ സാധനം ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഫാം സെക്ടർ എന്ന് പറയുന്നത് തകർന്ന് നാശമായി പോകും. 100%. ട്രംപിൻ്റെ താല്പര്യം ഇന്ത്യയുടെ ഫാം സെക്ടർ തകർക്കുക, അമേരിക്കൻ എക്കോണമി സ്ട്രെങ്തൻ ചെയ്യുക. അമേരിക്കൻ പത്രങ്ങളും മറ്റുള്ള ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ എഴുതി അമേരിക്കൻ എക്കോണമി തകരാൻ പോവുകയാണ് ട്രംപിൻ്റെ ടാരിഫിൽ. പക്ഷെ 3ാമത്തെ ടൈം വന്നു, അമേരിക്കൻ എക്കോണമി ഭയങ്കരമായിട്ട് സർജ് സ്ട്രെങ്തൻ ചെയ്യുകയാണ്. ഈ രീതിയിലാണ് പോകുന്നത്. അതായത് നമ്മൾ ഈ കാണുന്നതല്ല, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വല്ലാതെ ദ്രോഹിക്കുന്ന രാജ്യമാണ് ചെറിയ ചെറിയ രാജ്യങ്ങളെ. ഇന്ത്യയെ പിഴിഞ്ഞെടുക്കാൻ പോകുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ 25% ടാരിഫ് ഇന്ത്യയുടെ മുകളിൽ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മോദി ഗവൺമെൻറ് അമേരിക്കക്കെതിരെയും ട്രംപിനെതിരെ ഒരക്ഷരം മിണ്ടിയില്ല. നമ്മുടെ ഫാർമ സെക്ടർ, നമ്മുടെ ഓട്ടോമൊബൈൽ സെക്ടർ, ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി അമേരിക്കയിൽ പോകുന്നുണ്ട്. അതേപോലെ പല സെക്ടേഴ്സ് കേരളത്തിലെ, അതായത് നമ്മൾ സീ ഫുഡ്, ഷ്രിംപ്, അതേപോലെ മറ്റുള്ള സീ ഫുഡ്, സ്പൈസസ്,
ഇതിനെയൊക്കെ ഡീപ്പായിട്ട് ബാധിക്കാൻ പോവുകയാണ്. ഇവിടെ ഫ്രണ്ടും ക്രിണ്ടും കോപ്പും ഒന്നുമല്ല. സിമ്പിളായിട്ട് വളരെ ടഫായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാകണേ. ഇവിടെയാണ് ചൈന എന്ന് പറഞ്ഞ രാജ്യം ഭയങ്കര സക്സസ് ആയത്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇതേപോലെ തിരിച്ച് അമേരിക്കക്കെതിരെ ടാരിഫ് ഏർപ്പെടുത്തണമെന്ന് പറയാത്തതിൻ്റെ കാര്യം എന്താ? അമേരിക്കൻ ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. ഇവിടെ ഗൂഗിൾ ആണെങ്കിലും ഇപ്പോൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന യൂട്യൂബ് ആണെങ്കിലും ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. അവർക്കെതിരെ ഇതേപോലെ ടാരിഫ് ഏർപ്പെടുത്തണമെന്ന് ഇന്ത്യ പറയണം. അതാണ് ഇവിടുത്തെ ആവശ്യം. എന്നാൽ മാത്രമേ അവരെ പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് ചൈനയുടെ ചില കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ളത്. പക്ഷെ അവസാനം ഫൈനലി ചൈന പോലും പോയി സറണ്ടർ ചെയ്ത് വീണ്ടും ഇത് പോസ് ചെയ്തേക്കുവാണ്. ഒരു കാര്യം ഞാൻ പറയാം, അമേരിക്ക ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ അമേരിക്ക ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കി. ചൈന എന്ന് പറയുന്നത് വലിയ ഇന്ത്യയെക്കാളും 5, 6, 7, 8 മടങ്ങ് വലിയ സൈസ് ഓഫ് എക്കോണമിയാണ്. ഇന്ത്യയും ചൈനയുമായിട്ട് എക്കോണമിയുടെ പേരിൽ 25-30 വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട്. ചില വിഡ്ഢികളാണ് പറയുന്നത് ഇന്ത്യ ചൈനയുടെ മുന്നിൽ. നടക്കുന്ന കാര്യമൊന്നും അല്ല ഇപ്പോഴൊന്നും. കാരണം ചൈനയെ പറ്റി പഠിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബാണ് ചൈന എന്ന് പറയുന്നത്. ആ ചൈനയൊന്നും മലത്തെ അടിക്കാൻ ഇന്ത്യയെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല ഇതൊന്നും. ഇതൊക്കെ ചിന്തിക്കാൻ പോലും ഉദ്ദേശിക്കുന്ന അപ്പുറത്താണ് ഈ സംഭവങ്ങളൊക്കെ. പക്ഷെ ചൈനയോട് അമേരിക്ക ഈ പറയുന്ന ട്രംപിൻ്റെ ജാടയൊക്കെ നടന്നാൽ തന്നെ അവസാനം അവർ മ്യൂച്വലായിട്ട് ഈ സംഭവങ്ങളൊക്കെ സെറ്റിൽ ചെയ്യും. പക്ഷെ മോദിയുടെ കാര്യത്തിൽ ഈ പറയുന്ന പൊങ്ങച്ച വടിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഓരോ സംഭവങ്ങൾ, ട്രംപ് വന്നപ്പോൾ 2ാമത് പോകുന്നു, ട്രംപിനെ ജയിപ്പിക്കാൻ പോകുന്നു, ഇതൊക്കെ ചുമ്മാതാണ്. കാരണം അമേരിക്കയുമായിട്ട് ഡീല് ചെയ്ത് പല സുഹൃത്തുക്കളും എനിക്ക് അമേരിക്കയിലുണ്ട്, അമേരിക്കൻസ് ഉണ്ട്, മലയാളികളല്ല, പക്ക അമേരിക്കൻ ഒറിജിൻ. ഇവരുമായിട്ടൊക്കെ സംസാരിക്കുന്നത് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അതാണ് അമേരിക്കൻ പോളിസി എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ബിസിനസ്സും അവരുടെ നിലനിൽപ്പും മാത്രമാണ്. അവർക്ക് മുന്നോട്ട് പോകണം, ലോകത്തെ മുഴുവനും ഭരിക്കണം. പിന്നെന്താണ് പറഞ്ഞത്? പണം, അതായത് പെനാൽറ്റി. അതിനെപ്പറ്റി അടുത്ത വീഡിയോ ഞാൻ പറയാം എന്തുവാണ് പെനാൽറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് മനസ്സിലാക്കുക, ഈ ഡീല് ഫർദറായിട്ട് മുന്നോട്ട് പോവുക, ഈ സംഭവം 25% എന്ന് പറയുന്ന സംഭവം മുന്നോട്ട് പോവുകയാണെങ്കിൽ 2 മാസത്തിനുള്ളിൽ ഇന്ത്യൻ എക്കോണമിയുടെ സ്ഥിതി നമ്മൾക്ക് നേരിട്ടറിയാൻ സാധിക്കും. ഒന്നാമത്, ഇന്ത്യൻ എക്കോണമി ഈ പറയുന്ന രീതിയിൽ നല്ലപോലല്ല മുന്നോട്ട് പോകുന്നത്. പല രീതിയിലും നമ്മൾ ഓട്ടോമൊബൈൽസ്, അതായത് കാറിൻ്റെ സെയിൽസ് എടുക്കുക, കഴിഞ്ഞ 5 വർഷത്തിൽ ഏറ്റവും മോശമായ രീതിയിലാണ് കാറിൻ്റെ സെയിൽസ് പോകുക. കാറിൻ്റെ സെയിൽസ് അനുസരിച്ച് നമുക്ക് എക്കോണമിയുടെ അത് ഗ്രോത്ത് ഉണ്ടോ ഗ്രോത്ത് ഇല്ല എന്നുള്ള ഏകദേശ ധാരണ കിട്ടും. കാരണം ബൈങ് പവർ ഉണ്ടെങ്കിൽ മാത്രമാണ് കാർ വാങ്ങുന്നത്. അപ്പോൾ കാറിൻ്റെ സെയിൽസ് ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ചെയ്യുമ്പോൾ ആ സെക്ടറിൽ വലിയതായിട്ടും മ്ലാനത ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഈ പറയുന്ന ഇന്ത്യയിൽ വരാൻ പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, വരാൻ പോകുന്ന കുറച്ച് ദിവസത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അത് ഈ പറയുന്ന അമേരിക്കയുടെ ഈ ടാരിഫ് വന്നു കഴിഞ്ഞാൽ അത് നേരെ തിരിച്ചാവും. ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലും ഇന്ത്യൻ ബിസിനസ്സിലും ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിലൊക്കെ വലിയ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കുറയും, ഭയങ്കരമായിട്ട് കയറിയടിക്കും. നിങ്ങൾ കാണാൻ പോവുകയാണ് 3-4 ദിവസത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഫർദർ ഫ്ലോ ആണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് മനസ്സിലാക്കുക, ഫാർമ സെക്ടർ, അതേപോലെ നമ്മുടെ ബാങ്കിങ് സെക്ടറിനെ ബാധിക്കുക, IT സെക്ടർ. കാരണം ഇത്രമാത്രം കമ്പനികൾ അമേരിക്കയുമായിട്ട് ട്രേഡ് നടത്തുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന IT സെക്ടർ, അതായത് ബ്ലഡ് ബാത്ത് തന്നെ സംഭവിക്കും. പല ആൾക്കാർക്കും ജോലി പോകും, തൊഴിൽ പോകും. അത് ഇത് മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ എക്കോണമിയെ പറ്റി ഈ പറയുന്ന രീതിയിൽ മോദി ഗവൺമെൻറ് പറഞ്ഞ പല കാര്യങ്ങളും, അതായത് അമേരിക്കയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് പച്ചക്കള്ളമായിരുന്നു. കാരണം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന് അവൻ്റെ താല്പര്യമാണ് ഏറ്റവും പ്രധാനം. അവർ മറ്റുള്ള രാജ്യത്തിൻ്റെ താല്പര്യത്തിനോട് പോകത്തില്ല. അൾട്ടിമേറ്റ് ഇത് ഞാൻ ഡേ 1 ഓൺവേർഡ്സ് പറയുന്നത്, അവർക്ക് അവരുടെ താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ലോകത്താരും മുന്നോട്ട് പോകാൻ അവൻ തയ്യാറാകത്തില്ല. അതിനെ കുറച്ചെങ്കിലും ചലഞ്ച് ചെയ്തിട്ടുള്ള ചൈന മാത്രമാണ്. അവസാനം ചൈനയും പോയി സറണ്ടർ. നിങ്ങൾ മനസ്സിലാക്കുക, ലോകത്തിലെ ഈ പറയുന്ന ഏകദേശം 4-1 എക്കോണമി, 3-1 എക്കോണമി എന്ന് പറഞ്ഞ് യൂറോപ്യൻ രാജ്യങ്ങൾ പോയി സറണ്ടർ ചെയ്തു ട്രംപിൻ്റെ മുമ്പിൽ. പിന്നാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം.
ഒന്ന് തിങ്ക് ചെയ്യും, മനസ്സിലാക്കുക. അവരെല്ലാം അവിടെ പോയി അച്ചീവ് ചെയ്ത് ട്രംപാണ് അച്ചീവ് ചെയ്തേക്കുന്നത്. ജപ്പാൻ, കൊറിയ, ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ മുകളിൽ ട്രംപ് ബുൾഡോസ് ചെയ്തു. ഒറ്റ ഡിമാൻഡായിരുന്നു കേട്ടോ, അമേരിക്കയാണ് ഫസ്റ്റ് സ്ട്രെങ്ത്, അവൻ പറയുന്നതാണ് തീരുമാനം. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോയത്. അതായത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വളരെ ട്രിക്കിയായിട്ട് മാത്രമേ അമേരിക്കയെ നേരിടാവൂ. കാരണം ആ രാജ്യം അങ്ങനെയാണ്. അവർ ഈ പറയുന്ന സോപ്പും പദപ്പേരും ഈ പറയുന്ന മൈ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് ഈ ചുമ്മാതെ ഇതൊക്കെ. അൾട്ടിമേറ്റ് അവൻ്റെ കച്ചവടം നടത്തണം. ആ കച്ചവടത്തിൽ അവൻ തന്നെയാണ് ലോങ് ടൈം വിജയിക്കുന്നത്. അമേരിക്ക ട്രേഡ് നടത്തി, ആലോചിച്ച് നോക്കുക, ഒരു രാജ്യത്തെയും രക്ഷപ്പെടാൻ സമ്മതിച്ചിട്ടില്ല. ഇനി ഫർദറും ഇങ്ങനെ തന്നെ ഉണ്ടാകാൻ പോകുന്നത്. അവർക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കൊടുക്കണം, പൂർണ്ണമായിട്ടും അവരുടെ ഡിമാൻഡാണ്. ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ, അതായത് ഇന്ത്യൻ ഫാം സെക്ടർ, ഇന്ത്യൻ ഫാം സെക്ടർ തുറന്നു കൊടുത്തില്ല എങ്കിൽ ഈ ഡീല് ഇത് ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിൽ ജിയോ പൊളിറ്റിക്കലും എല്ലാ സംഭവം ഉണ്ട്. ഇതെല്ലാം അമേരിക്ക യൂസ് ചെയ്യും, ഇന്ത്യക്കെതിരെ പല രീതിയിലും യൂസ് ചെയ്യും. കാരണം അമേരിക്കൻ എക്കോണമി, അമേരിക്കയുടെ സ്ട്രാറ്റജിയും ജിയോ പൊളിറ്റിക്സും അങ്ങനെയാണ് ലോകത്തെല്ലാ രാജ്യങ്ങളോടും ഇടപെട്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഗുജറാത്തി ആണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ അമേരിക്കനാണ്. അവൻ പിന്നെ ഗുജറാത്തി, ഇന്ത്യ, ചുമ്മാതാ ഇതൊക്കെ. ഇതിനെപ്പറ്റി ശരിക്കും ഡെപ്തായിട്ട് പഠിക്കുന്നവർക്ക് ഓരോ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അവർ പല രാജ്യങ്ങളിലുള്ള പല ഒറിജിനായിട്ടുള്ള ആൾക്കാരെ വെച്ച് അവർ ലോബിയിസ്റ്റിനെ ഉണ്ടാക്കും, ആ രാജ്യത്തെ സ്ട്രെങ്തൻ ചെയ്യാൻ. ആ ടാക്ടിക്സിൽ ഇത്രയും നാളും ട്രംപ് വിജയിച്ചു. ട്രംപ് ഒരു കാര്യം പറയാം, ട്രംപ് പൊട്ടലൊന്നുമല്ല, ഏറ്റവും ഷൂഡായിട്ടുള്ള ബിസിനസ്സുകാരനാണ്. മോദിയുടെ ഒക്കെ അപ്പൻ്റെ അപ്പനാണ് ഈ ട്രംപ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നെഗോസിയേഷൻ, ഇത്രയും വലിയ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും 25% ടാരിഫ് അടിച്ച് കൈ കൊടുത്തത്. ഇന്ത്യ എങ്ങനെ ബാധിക്കുമെന്നുള്ള വരാനുള്ള ദിവസങ്ങളിൽ കണ്ടോണം. അപ്പോഴും മാത്രമാണ് പല സംഘപരിവാറുകാരനും പിടികിട്ടുന്നത് എന്താണ് ബ്ലണ്ടർ അടിച്ച് ഓരോന്നും കയറ്റിയത്. ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി ആരാണ് ശരിക്കും അനുഭവിക്കാൻ പോകുന്നത്. ഇത്രമാത്രം മോശമായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നിട്ടും അയാളെ പറ്റി തള്ളിപ്പറയാൻ, ഇയാൾ പറഞ്ഞ കള്ളമാണെന്ന് പറയുവാൻ ഇത്രയും നാളും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും BJPക്കും സാധിച്ചിട്ടില്ല. അവിടെയാണ് ട്രംപ് കയറി കളിക്കുന്നത്. നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന്.